അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കല്ലേ. അപ്പൊ ഡിസംബർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ക്രിസ്മസ് മന്ത് ഒക്കെയാണ്, ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് മന്ത് ആണ്. അപ്പൊ നമ്മളുടെ ഈ ഒരു ഡിസംബർ മന്തിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരു യാത്രയിലാണ്, നമ്മുടെ ഹയാസിന്റെ സ്കൂൾ അന്വേഷിച്ചിട്ട് പോവാണ്. സ്കൂൾ അന്വേഷിച്ചിട്ട് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോ പഠിക്കുന്ന സ്കൂളില് പ്രീ സ്കൂളായിരുന്നു. അപ്പൊ ഈ ഒരു വർഷം കൂടി ഉള്ളു അവിടെ. അപ്പൊ ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആകുമ്പോൾ സ്കൂള് ചേഞ്ച് ചെയ്യണം. അപ്പൊ അഡ്മിഷൻ എടുക്കണതിന്റെ കാര്യത്തിനായിട്ട് പോവാണ്. നമ്മളൊരു ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു 2 സ്കൂളാണ്. അതിലൊരെണ്ണം നമ്മൾ അന്വേഷിച്ചപ്പോൾ തന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പൊ അടുത്തൊരു ഓപ്ഷനിലെ ബെറ്റർ എന്ന് തോന്നുന്ന ഒരു സ്കൂൾ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ അഡ്മിഷൻ തരോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല, കാരണം അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. അതിന്റെ വിശദമായ വിവരങ്ങൾ, സ്കൂളിന്റെ അഡ്മിഷന്റെ വിശദമായ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളിപ്പോ സ്കൂളിലേക്ക് പോവാണ്. ഹംന ഉറങ്ങിയായിരുന്നു കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കണേണ്. ഹംനക്ക് ഹെയർ ബോ ഒന്നും വെക്കാൻ പറ്റില്ല. ഹംന അതൊക്കെ ഊരിക്കളയും. ഹെയർ ബോ പറ്റില്ല, ഷൂസ് പറ്റില്ല, ഡ്രസ്സ് മാത്രം ഊരാൻ പറ്റണില്ല, അതുകൊണ്ട് അത് ഇടുന്നുണ്ട്. വള പറ്റില്ല, മാല പറ്റില്ല, ഒന്നും പറ്റൂല ഹംനക്ക്. അല്ലേ ഹംന? അവളെ കംപ്ലൈന്റ് പറയുമ്പോൾ ചിരിക്കുന്നുണ്ടോ? അല്ലേ ഹംനക്ക് എന്തെങ്കിലും പറ്റോ? അപ്പൊ ഇക്കാക പതിവ് പോലെ ഡ്രൈവിംഗിൽ തന്നെയാണ്. നമ്മള് സ്കൂള് ചൂസ് ചെയ്തപ്പോഴേ കുറെ സ്കൂളുകളുണ്ട് കേട്ടോ നല്ലത്. പിന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ദൂരമായിരിക്കണം. ഒത്തിരി ദൂരത്തേക്കൊക്കെ സ്കൂളിൽ അവനെ വിടുകയാണെങ്കിൽ അവനും ബുദ്ധിമുട്ടാണ് അതൊക്കെ പോയിട്ട് വരാനായിട്ടും. ടയേർഡ് ആവും കൊച്ചാകെ. അപ്പൊ അടുത്തൊരു സ്കൂള് നോക്കുമ്പോഴും നല്ലതെന്ന് തോന്നുന്ന സ്കൂളിലാണ് നമ്മളിപ്പോ സെലക്ട് ചെയ്തേക്കണത്. ഞാൻ പറഞ്ഞ പോലെ അഡ്മിഷൻ തരുമെന്നുള്ളതൊന്നും അറിയില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് കുറച്ച് ഫോർമാലിറ്റീസ് അധികം ഉണ്ട്. ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മള് പോവാണ്. ഇക്കാക നമ്മളിപ്പോ പോണ സ്കൂളിലെ ഹയാസിന് ഇനി അഡ്മിഷൻ തന്നില്ല, ടെസ്റ്റിലൊക്കെ ഇനി ഫെയിൽ ആവാണ്, തന്നില്ലെങ്കിൽ നമ്മളിനി അവനെ ഏത് സ്കൂളിൽ പഠിപ്പിക്കും? ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കും. ഏത് ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കും? ഞാൻ പഠിച്ച ഗവൺമെന്റ് സ്കൂളിൽ. ഇക്കാക ഗവൺമെന്റ് സ്കൂളിലല്ലല്ലോ പഠിച്ചത്. അതിനിപ്പോ ഞാനും +1 +2 പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിലാ. നമ്മുടെ വീടിന്റെ ശരിക്കും 1/2 കിലോമീറ്റർ ഉണ്ടോ കൊങ്ങോർപ്പള്ളി സ്കൂളിലേക്ക്? 1/2 കിലോമീറ്റർ പോലും ഇല്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ശരിക്കും അവൻ സൈക്കിളിനൊക്കെ ചവിട്ടി എക്സ്പേർട്ട് ആയാല് ഒരു 5 മിനിറ്റും കൂടി വേണ്ട. ഗവൺമെന്റ് സ്കൂൾ ഉണ്ട്. അപ്പൊ അതായിരുന്നു നമുക്ക് ഉണ്ട് കേട്ടോ. ഗവൺമെന്റ് സ്കൂള് മോശമാണെന്നൊന്നുമല്ല. നമ്മളിപ്പോ അവിടെ നോക്കാത്തത് എനിക്ക് താല്പര്യമില്ല. എനിക്ക് അവന് എന്താ പബ്ലിക് സ്കൂള് CBSE സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേറെ ഒന്നിനല്ല കേട്ടോ, ലാംഗ്വേജ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അത്ര ലാംഗ്വേജ് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് എന്തായാലും അങ്ങനെ ആക്കാൻ താല്പര്യമില്ല. ഇനിയിപ്പൊ ഇവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, നമ്മൾ എന്തായാലും ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കും. പിന്നെ നമ്മുടെ ബഡ്ജറ്റും കൂടിയൊക്കെ നോക്കണമല്ലോ ഹയാസിന്. ഇപ്പോ നമ്മൾ പേയ്മെന്റ് നടത്തുന്ന ഫീസും ട്രാൻസ്പോർട്ടേഷൻ ഫീയും മറ്റുള്ള ആക്ടിവിറ്റീസും ഒക്കെ നോക്കിയിട്ടൊക്കെ വേണം എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഫൈനലൈസ് ചെയ്യാനായിട്ട്. അപ്പൊ സ്കൂളിൽ പോയിട്ട് വിശദ വിവരങ്ങൾ അന്വേഷിച്ചാലാണ് ബാക്കിയെല്ലാം അറിയാൻ പറ്റും. നമ്മളിപ്പോ സ്കൂളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് സ്കൂളിന്റെ എൻട്രൻസ് കേട്ടോ. അപ്പൊ സ്കൂളിന്റെ എൻട്രൻസിലേക്ക് പോവാണ്. ആദ്യമായിട്ടാണ് ഈ വഴി ഞാൻ കയറുന്നത്. ഇവിടെ പോയിട്ടുണ്ട് സ്കൂളില്. എന്തിനാ പോയിക്കണേ? എന്തിനു പോകും? ഇക്കാക്ക് പഠിക്കാൻ പോയി എന്നാണ് പറയാൻ പോണേ. അപ്പൊ ഇതാണ് സ്കൂള്. പിന്നെ സ്കൂൾ ബസ്സുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഹയാസിന്റെ. ഇങ്ങനെ ആദ്യമായിട്ട് അയ്യോ പാരന്റിലേക്ക് സ്കൂൾ. ഇത് സീനിയർ സെക്കൻഡറി ആണോ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. അല്ലാ, മറ്റേ എന്നെ പിള്ളേര് റാഗിയോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ സ്കൂളിൽ പോണത്. കേറാകത്തേക്ക് പിള്ളേരൊക്കെ കളിക്കില്ല. ഓഫീസ് അഡ്മിഷൻ എടുക്ക. ആ മിൻഹേക്ക് ഉണ്ടാവും.
എവിടെ ക്യാൻറ്റീൻ? ആ ഹയാസിന് മറ്റേ പൈസ കൊടുത്ത് വിട്ടാൽ മതി. സീനിയർ സെക്കൻഡറി ന്യൂ ബ്ലോക്ക്. ഇവിടെ ടോയ്ലറ്റും ഒക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു. പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെ. കിൻഡർ ഗാർഡൻ തന്നെ, അതാണ് കിൻഡർ ഗാർഡൻ. കണ്ട പോവാം. സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റിയുടെ അടുത്ത് അനുവാദം ചോദിച്ചാലാണ് അകത്തോട്ട് വിടുള്ളൂ. നമ്മൾ പഠിച്ച സ്കൂളിൽ മറ്റേ ഫീസ് കൊടുത്ത് പഠിച്ചിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പത്തേ നമ്മള് സ്കൂളിൽ കയറി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സ്കൂള് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കാന്നുള്ള പ്ലാനിലാണ് വന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടാണ്. ഇവർക്ക് ടെസ്റ്റ് ഉണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആയതുകൊണ്ട് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അത് ജാനുവരിയിലാണ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട്. അവർ ആ സമയത്ത് നമ്മളെ വിളിക്കും, കൊച്ചായിട്ട് വരണം. ഹയാസിന് ആകെയുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് അവൻ്റെ സ്കൂളിൽ ഇപ്പോൾ നിലവിൽ ഹിന്ദി ഇല്ല. അപ്പോൾ ടെസ്റ്റിന് ഹിന്ദി അതുപോലെ അക്കാഡമിക് സബ്ജക്ട്സ് എല്ലാത്തിൻ്റെയും ബേസിക്സ് ഉണ്ടാവുന്ന പറയണത്. അപ്പോൾ എങ്ങനെയായിരിക്കും, ഏത് ലെവലായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇക്കായ പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ആപ്ലിക്കേഷൻ ഫോം എവിടെ നിന്ന് വാങ്ങിച്ചേക്കാം? കൊങ്ങോർപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ നിന്നും കൂടി നമുക്കൊരു ഫോം വാങ്ങിച്ചു വെക്കാം. ഇൻ കേസ് ആവശ്യം വന്നാൽ അത് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഫീസ്. നമ്മളിപ്പോ ഹയാസിന് പേ ചെയ്യണേലും കുറവാണ്, കുറച്ച് കുറവൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ബഡ്ജറ്റൊക്കെ ഓക്കെയാണ്. സ്കൂളിൽ കണ്ട അറ്റ്മോസ്ഫിയറും ഓക്കെയാണ്. ബസ് ഫെസിലിറ്റിയും ക്യാൻറ്റീൻ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി ഒക്കെ ഉണ്ട് കണ്ടെടുത്തോളം. അപ്പം ഇനി എന്തായാലും നമുക്ക് ഹയാസിൻ്റെ ആ ഒരു ടെസ്റ്റിൻ്റെ സമയമാകുമ്പോൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ വരാം കേട്ടോ. ഇനി കുറച്ചുകൂടി സമയമുണ്ട്. ജനുവരി എന്ന് പറയുന്നത് അടുത്ത മാസമാണ്, ഇപ്പോൾ ഡിസംബർ ആയി. അപ്പം ഇനി അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളിൽ കാണാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹയാസിന് ഇവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരെയും പ്രയേഴ്സിൽ ഹയാസിനെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.